ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററായ BA ഹിസ്റ്ററി ഓണസ്റ്റ് ആണ്. അപ്പോൾ BA ഹിസ്റ്ററി ഓണസ്റ്റിൽ മേജർ ആട്ടോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേരാണ് ഹിസ്റ്ററി ഓഫ് കേരള അപ് ടു 12th സെഞ്ച്വറി. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തു. അത് കേരളത്തിൻ്റെ ഹിസ്റ്ററിയെ കുറിച്ച് ഇനി അതെങ്ങനെ കേരളം ഉണ്ടായി അതിൻ്റെ ഒറിജിനെ കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ അതിൽ പറഞ്ഞത്. ഇനി നമുക്ക് കേരളത്തിൻ്റെ ജോഗ്രഫിക്കലായിക്കാണ്ടിലെ കാര്യങ്ങളാട്ടോ നമ്മൾ നോക്കുന്നത്. അത് ഫസ്റ്റ് മൊഡ്യൂളാണ്. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഡീറ്റെയിൽസ് ആയിക്കാണ്ട് നോക്കാം. കേരളത്തിൻ്റെ ജോഗ്രഫി അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചാണ് ഇനി നമ്മൾ ഹിസ്റ്ററിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്ക് പടിഞ്ഞാറായിട്ടാണ് നിൽക്കുന്നത്. ജോഗ്രഫിക്കായി നോക്കുകയാണെങ്കിൽ കേരളം 8°17'നും 12°47' വടക്കൻ അക്ഷാംശത്തിനും അതുപോലെ 74°51'നും 47°13' കിഴക്കൻ അക്ഷാംശത്തിനും ഇടയിലാണ് കേരളം എന്ന് പറയുന്നത്. അതായത് നോർത്ത് ലാറ്റിറ്റ്യൂഡിനും ഈസ്റ്റ് ലാറ്റിറ്റ്യൂഡിനും ഇടയിലായിട്ടാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. ഇനി കേരളത്തിൻ്റെ ഏരിയ അല്ലെങ്കിൽ ഭൂവിസ്തൃതിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത് 38,864 ചതുരശ്രീ കിലോമീറ്റർ ആണ്. കേരളത്തിൻ്റെ നീളം വടക്ക് നിന്ന് തെക്ക് വരെ 575 കിലോമീറ്ററും വീതി കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് 120 അപ്പോൾ പിന്നെ ഇന്ത്യയെ വെച്ച് കേരളത്തെ നോക്കുകയാണെങ്കിൽ 1.18% മാത്രമേ കേരളമുള്ളൂ, ഇന്ത്യയെ വെച്ച് താരതമ്യം ചെയ്യുകയാണെങ്കിൽ. പടിഞ്ഞാറ് അറബിക്കടലിനും കിഴക്ക് പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് സംസ്ഥാനമാണ് കേരളം. വടക്ക് മഞ്ചേശ്വരം വരെയും തെക്ക് പാറശാല വരെയും ഇത് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. അതുപോലെ കിഴക്ക് 2 സംസ്ഥാനങ്ങളാണ് സ്ഥിതി ചെയ്യുന്നത്, കർണാടകയും പിന്നെ തമിഴ്നാടും. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തിനെ 3ആയി തരംതിരിക്കുന്നു. മലനാട് അല്ലെങ്കിൽ ഉയർന്ന പ്രദേശങ്ങൾ, രണ്ടാമത്തെ ഇടനാട്, പിന്നെ അതേപോലെ മൂന്നാമത്തെ തീരപ്രദേശം അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങൾ. അപ്പോൾ ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോലാൻഡ്സ് എന്നാണ് പറയുക. ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളാണ് ഹൈലാൻഡ് അല്ലെങ്കിൽ മലനാട് എന്ന് പറയുന്നത്. 48.15% മലനാടാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതേപോലെ സമുദ്രനിരപ്പിൽ നിന്നും 75 സെൻറ്റിമീറ്റർ അധികം നീളമുള്ള പ്രദേശമാണ് മലനാട് എന്ന് പറയുന്നത്. കൂടുതലുമുള്ളത് നമ്മുടെ കേരളത്തിൽ മലനാടാണ്. അപ്പോൾ ഒരുപാട് കൊടുമുടികൾ മലനാട്ടിലുണ്ട്. ഇനി ഇടനാട് നോക്കാം. ഹൈലാൻഡ്സിനും ലോലാൻഡ്സിനും ഇടയിലാണ് മിഡ്ലാൻഡ് എന്ന് പറയുന്നത്. ഇത് ഏകദേശം 42.76% ആണ്. സമുദ്രനിരപ്പിൽ നിന്ന് 75 സെൻറ്റിമീറ്റർ വരെയുള്ളൂ. അപ്പോൾ ഇനി ലോ ലാൻഡ്സിനെ നോക്കാം. പടിഞ്ഞാറ് തീരപ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. 10.9% വരെയുള്ളൂ നമ്മുടെ ലോ ലാൻഡ് എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 75-ൽ നിന്ന് താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ലോ ലാൻഡ്. അപ്പോൾ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വെസ്റ്റേൺ ഗേറ്റ്സ് ആൻഡ് പാസസ് എന്താ നമുക്ക് നോക്കാം. അതായത് പശ്ചിമഘട്ടവും ചുരങ്ങളും. അപ്പോൾ ഗുജറാത്തിലെ തപ്തി തായ്വര മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് ഏകദേശം 1600 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഉയർന്ന മലനിരകളുടെ ഒരു ശൃംഖലയാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അതേപോലെ ലോകത്തിലെ 8 ജൈവ വൈവിധ്യം നിറഞ്ഞ ഹോട്ട്സ്പോട്ടുകളായി പശ്ചിമഘട്ടത്തിനെ കണക്കാക്കപ്പെടുന്നുണ്ടത്രേ. അപ്പോൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലൂടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം എന്നീ 6 സ്ഥലത്തു കൂടാണ് അത്രേ പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. അപ്പോൾ ഇതിലെ സഹ്യപർവ്വതം എന്നും കേരളത്തിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ സഹ്യപർവ്വതം എന്നാണ് പശ്ചിമഘട്ടത്തിനെ വിളിക്കുന്നത്. അപ്പോൾ മലനിരകളിൽ 3 സ്വാഭാവിക വിടവുകളുണ്ട്.
അപ്പോൾ ഗോവ ഗ്യാപ്പ്, പാൽഘട്ട് ഗ്യാപ്പ്, ചെക്കോട്ട ഗ്യാപ്പ്. അപ്പോൾ വടക്ക് നീലഗിരി കുന്നുകൾക്കും തെക്ക് ആനമയിൽ കുന്നുകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകളെ തകർക്കുന്ന പ്രകൃതിദത്ത പർവ്വതനിരയാണ് പാൽഘട്ട് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏകദേശം 32 കിലോമീറ്റർ വീതിയുള്ളതും കേരളം തമിഴ്നാട് അതിർത്തിയിൽ ഓവർലാപ്പ് ചെയ്യുന്നതുമാണ്. ഈ വിടവ് ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും ഇടയിൽ നല്ലൊരു ബന്ധം അവർക്ക് അതുകൊണ്ട് ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം രണ്ട് സംസ്ഥാനം കൂടിക്കണ്ടുള്ള പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ കേരളത്തിൻ്റെ ആകെ ഭൂപ്രദേശത്തിൻ്റെ പകുതിയോളം പശ്ചിമഘട്ടം തന്നെയാണുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ കിഴക്കൻ ഘട്ടത്തേക്കാൾ കൂടുതൽ മഴ ലഭിക്കുന്നത് പശ്ചിമഘട്ടത്തിലാണത്രേ. പിന്നെ അതേപോലെ തന്നെ ഇനി ബാക്കി നോക്കാം. അറബിക്കടലിൽ നിന്നുള്ള ചൂടും ഈർപ്പമുള്ള കാറ്റുമൊക്കെ നമ്മുടെ മനുഷ്യർക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ വരാതെ സംരക്ഷിക്കുന്നത് ആരാണ്? പശ്ചിമഘട്ടമാണത്രേ. പിന്നെ അതേപോലെ തന്നെ കേരളത്തിലെ 44 നദികളും ഉൽപ്പാദിപ്പിക്കുന്ന ഘട്ടുകളിൽ നിന്നാണ്. അപ്പോൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 41 നദികളെ നിയന്ത്രിക്കുന്ന ഘട്ടത്തിൻ്റെ കുത്തനെയുള്ള പടിഞ്ഞാറൻ ചരിവുകളാണത്രേ. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. ഇനി നമുക്ക് കുറച്ച് കൊടുമുടികൾ നോക്കാം. അപ്പോൾ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റത്തേന്ന് പറഞ്ഞാൽ ആനമുടി 2695 മീറ്റർ ആണുള്ളത്. പിന്നെ മീശ പുലിമല അത് 2640 മീറ്റർ ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ സൈലന്റ് വാലിയിലെ ആഗനിമല അത് 2383 മീറ്റർ ആണ്, അത് പാലക്കാടാണ്. പിന്നെ വാവൽ മല അത് 2383 മീറ്റർ കോഴിക്കോട് വയനാട് അതിർത്തിയിലാണ് അതുള്ളത്. പിന്നെ ബാനാസുര മല അത് 2073 മീറ്റർ വയനാടാണ്. പിന്നെ ചെമ്പമുട്രി അത് 2050 മീറ്റർ ആണ്, വയനാടാണ്. പിന്നെ അപ്പോൾ എന്നിവയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ചുരങ്ങളെ പറ്റി നോക്കാം. പാസസ്. അപ്പോൾ പാലക്കാടിൻ്റെ സ്വാഭാവിക ചുരത്തിനു പുറമെ പാലക്കാട് എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിത ചുരമുള്ള സാധാരണ വലിയ ചുരമാണല്ലേ. അപ്പോൾ മനുഷ്യനിർമ്മിത ചുരങ്ങൾ കേരളത്തെ കർണാടക, തമിഴ്നാട് എന്നിവയുമായി കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മനുഷ്യനിർമ്മിത ചുരങ്ങളുണ്ട്, അതേപോലെ സ്വാഭാവിക വലിയ ചുരങ്ങളുണ്ട്. ഇനി നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. പേരമ്പാടി ചുരം കണ്ണൂരിൽ നിന്ന് കൂർഗിലേക്ക് പ്രവേശനം നൽകുന്നു. താമരശ്ശേരി ചുരം വയനാട്ടിലെ മൈസൂരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ അതേപോലെ നാടുകാണി ചുരം നിലമ്പൂരിൽ നിന്ന് ഗൂഡല്ലൂർ വഴി ഊട്ടിയിലേക്ക് ഒരു റൂട്ട് നൽകുന്നു. ബോഡി നായ്ക്കന്നൂർ ചുരം എറണാകുളം, ഇടുക്കി ജില്ലകളിലെ മധുരവുമായി ബന്ധിപ്പിക്കുന്നു. പഴയ തിരുവിതാംകൂറിനെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്നു. പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്താണ് അരുവാമൊഴി ചുരം സ്ഥിതി ചെയ്യുന്നത്. ആര്യങ്കാവ് ചുരം കൊല്ലം ജില്ലയിലെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്നു. തൊടുപുഴ, കട്ടപ്പന, നെടുങ്കണ്ടം എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെ തമിഴ്നാട്ടിലെ മധുര, കമ്പം മേഖലകളുമായി ബന്ധിപ്പിക്കുന്നതാണ്. അതേപോലെ കമ്പം ചുരം, പിന്നെ കോട്ടയം, കഞ്ഞിരപ്പള്ളി, തിരുമേട് തമിഴ്നാട്ടുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് കുമളി ചുരം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ പല ചുരങ്ങളും മധ്യപ്രദേശത്തെ കേരളത്തിനുള്ളിലെ ഉയർന്ന പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. നെടുമ്പോയിൽ ചുരം തലശ്ശേരി മുതൽ മാനന്തവാടി വരെ. പെരിയ ചുരം കണ്ണൂർ മുതൽ ഇരിട്ടി വരെ. കൊല്ലാടി ചുരം കുറ്റിയാടി മുതൽ മാനന്തവാടി വരെ എന്നിവ ഉൾപ്പെടുന്നു. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ചുരങ്ങൾ കേരളവും തമ്മിലുള്ള ചരക്കുകളുടെയും സംസ്കാരങ്ങളുമായി കൈമാറ്റത്തിൻ്റെ വഴിയായി കണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും കാര്യങ്ങളൊക്കെ ഈ ചുരങ്ങളിലൂടെ പെട്ടെന്ന് പറ്റും. പിന്നെ അതേപോലെ ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് കേരളം ഒക്കെ ഒറ്റപ്പെട്ട മേഖലയല്ല എന്ന് പറയാൻ കാരണം ഇതാണ്. കാരണം എന്താ ചോദിച്ചാൽ എല്ലാ സ്ഥലത്തു കൂടി ചുരങ്ങൾ കൂടെ ഒക്കെ ഇങ്ങോട്ട് കൂടെ എല്ലാ സ്ഥലത്തു കൂടെ പോകാനുള്ള വഴികൾ പറഞ്ഞത് എന്തിലുണ്ട്? നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചരക്കുകൾ കൊണ്ടുപോകാനായാലും ഒക്കത്തിനും ഭയങ്കര സുഖ വഴികളും ഒക്കെ നമ്മുടെ കേരളത്തിലുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം.
പിന്നെ അതേപോലെ തന്നെ ഞാന് ഇപ്പൊ ഈ ക്ലാസ് എടുക്കുമ്പോ ഫുള്ള് മലയാളത്തിലാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. കാരണം ഞാൻ ഇംഗ്ലീഷിന്റെ നോട്ട് പക്കാ അവിടെ കൊടുത്ത്ക്ക്ണ്. അത് പിന്നെ ഞാൻ ഇംഗ്ലീഷും കൂടി ഇതിന്റെ കൂടെ പറയാത്ത എന്താ ചോദിച്ചാല് നിങ്ങൾ പെട്ടെന്ന് എക്സാമിനൊക്കെ നിങ്ങൾ പഠിക്കാൻ ഈ മലയാളം തന്നെ നിങ്ങൾക്ക് ഇന്ന സംഭവങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കേട്ട് പോകാൻ നിങ്ങൾക്കൊരു സുഖത്തിന് വേണ്ടിയാണ് ട്ടോ. ഇനി അതല്ല നിങ്ങൾക്ക് ഇതിൽ ഇംഗ്ലീഷും ആഡ് ചെയ്ത് രണ്ടും കൂടി ഒരുമിച്ചാണ് പറയണെങ്കിൽ അതും പറയണം ട്ടോ. കാരണം നിങ്ങൾ എങ്ങനെയാണ് പറയണത് അങ്ങനെ നമുക്കെന്തേലും മാറ്റം വരുത്താൻ പറ്റിയാൽ അതല്ലേ ഏറ്റവും നല്ലത്. അതുകൊണ്ട് എന്താ നിങ്ങൾക്ക് വേണ്ടത് പറയേണ്ടി. ഇനി നമുക്ക് ഇന്ത്യൻ മഹാസമുദ്രം അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷനെ പറ്റി നമുക്ക് നോക്കാം. ദ ഇന്ത്യൻ ഓഷൻ ആസ് എ മേജർ റോൾ ഇൻ ദ ഷേപ്പിംഗ് ഓഫ് കേരള. അപ്പോൾ കേരളത്തിൻ്റെ രൂപീകരണത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന് വലിയൊരു പങ്കു തന്നെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ദ ഇന്ത്യൻ ഓഷൻ ട്രേഡ് നെറ്റ്വർക്ക്സ്. അപ്പോൾ ഇന്ത്യൻ ഓഷനെ ഒരു പ്രൊഡക്റ്റ് ആയിക്കൊണ്ടാണ് പറഞ്ഞത്, വ്യാപാരത്തിന് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം മറ്റ് രാജ്യങ്ങളുമായിക്കാണ്ട് സാധനങ്ങൾ ഇറക്കുമതി അതേപോലെ കയറ്റുമതി ഷിപ്പ് വഴി ചെയ്യുന്നത് ആരാണ്? ഏത് വഴിയാണ് ചെയ്യുന്നത്? അതായത് സമുദ്രത്തിലൂടെയാണല്ലോ ഷിപ്പ് പോണത്. അതുകൊണ്ട് വ്യാപാരത്തിന് സഹായിക്കുന്ന ഒരു ഘടകമാണ് സമുദ്രം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് ആയിക്കൊണ്ടാണ് ഇന്ത്യൻ ഓക്ഷൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ദ ഇന്ത്യൻ ഓക്ഷൻ കണക്ട്സ് കേരളം ടു ദ വെസ്റ്റ് ഏഷ്യ, മെഡിറ്ററേനിയൻ ആൻഡ് യൂറോപ്യൻ വേൾഡ് ഫ്രം ദ ഏഷ്യൻ്റ് പീരിയഡ് ഓൺവേർഡ്സ്. അതായത് ഇന്ത്യൻ മഹാസമുദ്രം പണ്ട് കാലത്തെ കേരളത്തെ പശ്ചിമേന്ത്യൻ, മെഡിറ്ററേനിയൻ, യൂറോപ്യൻ അപ്പോൾ ഈ രാജ്യങ്ങളുമായി ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ ദ ഇന്ത്യൻ ഓഷൻ വിച്ച് കവേഴ്സ് അബവ് 20% ഓഫ് ദ വാട്ടർ ഓഫ് ദ സർഫസ് ഓഫ് ദ എർത്ത് ഈസ് നോൺ ബൈ ഡിഫറെൻറ്റ് നെയിംസ്. ദ പെനിസുലാർ ഇന്ത്യൻ ലൈക്ക് ദ ആൻഡമാൻ സീ, അറേബ്യൻ സീ, ലക്കോഡിയൻ സീ ആൻഡ് ബേ ഓഫ് ബംഗാൾ. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ ജലത്തിൻ്റെ 20% വരുന്ന ഇന്ത്യൻ മഹാസമുദ്രം. അപ്പം ആൻഡമാൻ കടൽ, പിന്നെ അതേപോലെ അറബിക്കടൽ, ലക്കാഡിയൻ കടൽ, പിന്നെ ബംഗാൾ ഉൾക്കടൽ അപ്പോൾ എന്നിവയാണ് ഉപദ്വീപിലെ വിവിധ പേരുകളെ അറിയപ്പെടുന്നത്. അപ്പം എന്താണ് ഭൂമിൻ്റെ 20% എന്താണ് അപ്പം കടലാണ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഏതൊക്കെ കടലാണ്? അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രമായ ആൻഡമാൻ, പിന്നെ അറബിക്കടൽ, പിന്നെ ലക്കാഡിയൻ കടൽ, ബംഗാൾ ഉൾക്കടൽ എന്നിവയാണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. The Arabian Sea fully bordered the west coast of the Kerala. The west coast is largely occupied by the fishermen group whose life suspense is mainly depend on the sea resources. അതായത് നമ്മുടെ അറബിക്കടലും അപ്പോൾ തീരങ്ങൾ എന്ന് എവിടെയാണ് പറയുന്നത്? പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. അപ്പോൾ ആ പടിഞ്ഞാറ് ഭാഗത്ത് തീരങ്ങളിൽ ഭൂരിഭാഗം മത്സ്യത്തൊഴിലാളികളുടെ ഒരു ഗ്രൂപ്പ് ആയിക്കാണ്ടാണ് അവിടെ നിൽക്കുന്നത്. മത്സ്യത്തൊഴിലാളികളാണ് അവിടെ കൂടുതൽ നിൽക്കുന്നത്. അവരോട് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? അവരുടെ ലൈഫ് മെയിൻ ആയിക്കാണ്ട് അപ്പോൾ സീ റിസോഴ്സിനെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് അപ്പോൾ കടലിലെ മീനിനൊക്കെ പിടിച്ചാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെയാണ് മത്സ്യത്തൊഴിലാളികൾ ആ തീരങ്ങളിലുള്ള ആൾക്കാർ ജീവിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. പണ്ട് കാലങ്ങളിൽ വിദേശ വ്യാപാരികളായ നെഗ്രോ റോമൻ വ്യാപാരികൾ നല്ല ബന്ധമായിരുന്നു കേരളവുമായി. അപ്പോൾ ഈ ഒരു മഹാസമുദ്രത്തിലൂടെയായിരുന്നു അവർ ബന്ധപ്പെട്ടിരുന്നത്. അങ്ങനെ അപ്പോൾ 1-ാം നൂറ്റാണ്ടിലെ ഒരു അജ്ഞാത നെഗ്രോ റോമൻ നാവിഗേറ്റർ എഴുതിയ ഒരു യാത്രാ വിവരണത്തിൽ ഇതിനെപ്പറ്റി വിശദമായി പറയുന്നുണ്ട്. പെരിപ്ലസ് ഓഫ് ഏറിയേട്രിയൻ സീ അപ്പോൾ എന്നായിരുന്നു ആ ഒരു യാത്രാ വിവരണത്തിൻ്റെ പേര്. പുരാതന കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്തുള്ള നൗറ, കണ്ണൂരാണ്, ഡിങ്കീസ്, അപ്പം മുസിരിസ്, പിന്നെ അതേപോലെ ഉൾപ്പെടുന്ന 6ഓളം തുറമുഖ നഗരങ്ങളെ ബേക്കയർ, നെൽസിന്ദ്, ബാലിത, മാടായി, വളംപട്ടണം, ധർമ്മടം, പന്തലായനി, കൊല്ലം, ബേപ്പൂര്, കോഴിക്കോട്, പൊന്നാനി, കൊച്ചി, കൊല്ലം തുടങ്ങിയ കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്തെ തുറമുഖ പട്ടണങ്ങളിൽ അറബ്, ചൈനീസ് വ്യാപാരികളുടെ സജീവമായ ഇടപെടലിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ മധ്യകാല സഞ്ചാരികളുടെ രേഖകളിൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അത്രയും ബന്ധമായിരുന്നു ആ ഒരു സമുദ്രത്തിലൂടെ അപ്പോൾ വ്യാപാരം ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ അപ്പോൾ ആര് വരാൻ തുടങ്ങി? യൂറോപ്യൻകാരും അപ്പോൾ കേരളത്തിലേക്ക് വരാൻ തുടങ്ങിയത് എന്നും പറയുന്നുണ്ട്.
Apart from the pre-European upon trade networks, the coming of Europeans like Portuguese, Dutch, English, and French resulted in the colonizations of Kerala up to the 1947. അപ്പം അതായത് പ്രീ യൂറോപ്യൻ വ്യാപാര ശൃംഖലകൾ കൂടാതെ അപ്പോൾ പ്രീ യൂറോപ്യൻകാരല്ലാതെ ആരൊക്കെ ഇനി പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച് അപ്പോൾ തുടങ്ങിയ മറ്റ് യൂറോപ്യരുടെ വരവും 1947 വന്ന് കേരളത്തിലേക്ക്. അപ്പം കേരളത്തിൻ്റെ കൊളനിവൽക്കരണത്തിന് കാരണമാക്കിയതും ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്ര വ്യാപാര ശൃംഖലകളിലൂടെ നിരവധി മതവിഭാഗങ്ങളും പ്രാദേശിക സംസ്കാരങ്ങളും കേരളത്തിലേക്ക് കുടിയേറി. അപ്പോൾ ഈ ഒരു വഴിയിലൂടെയാണ്, അപ്പോൾ സമുദ്രത്തിലൂടെയാണ് പല മതത്തിൽപ്പെട്ട ആൾക്കാരും പിന്നെ പല സംസ്കാരങ്ങളൊക്കെ കേരളത്തിലേക്ക് വന്നതും ഈ ഒരു സമുദ്രം വഴിയാണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കായ റിവർ അല്ലെങ്കിൽ നദികളെ പറ്റി നോക്കാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് നദികളുണ്ടല്ലേ. 44 നദികളും പോഷക നദികളും കൂടി ചേർന്നതാണ് നമ്മുടെ കൊച്ചു കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എല്ലാ അരുവികളും പശ്ചിമഘട്ടത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നോ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അത് മധ്യപ്രദേശത്തിലൂടെയോ അല്ലെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിലൂടെയും ഒഴുകുകയും ഒടുവിൽ കടലിലേക്ക് എത്താണ് ചെയ്യുക. പിന്നെയെന്ന് പറഞ്ഞാൽ കടലിൽ അപ്പോൾ കേരളത്തിലെ നദികൾ 2 മൺസൂൺ കാലങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. 44 നദികളിൽ 41 എണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകുകയും പടിഞ്ഞാറൻ തീരത്ത് അറബിക്കടലിലോ കായൽ തീരങ്ങളിലോ ചേരുകയാണ് ചെയ്യുക. കബാനി, ഭവാനി, പമ്പാറി അപ്പോൾ എന്നീ 3 നദികൾ മാത്രമാണ് പടിഞ്ഞാറോട്ട് ഒഴുകാത്തത് കേട്ടോ. അത് കിഴക്കോട്ട് ഒഴുകി കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിലൂടെ പെൻസലൂർ, ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് ബംഗാൾ ഉൾക്കടലിലാണ് ചെന്ന് ചേരുന്നത് കേട്ടോ. പിന്നെ അതേപോലെ കേരളത്തിലെ നദികൾ ചെറുതും കുറഞ്ഞത് 15 കിലോമീറ്ററോളം പരമാവധി 244 കിലോമീറ്ററുമാണ്. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് പെരിയാറും ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് മഞ്ചേശ്വരവുമാണ്. പിന്നെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി തെയ്യാറാണ്. വടക്കേ അറ്റത്ത് മഞ്ചേശ്വരമാണ്. പിന്നെ അതുപോലെ തന്നെ നദികളുള്ള ദൃഷ്ടി പ്രദേശം 52 ചതുരശ്ര കിലോമീറ്റർ മുതൽ 6186 ചതുരശ്ര കിലോമീറ്റർ വരെയാണ്. പിന്നെ അതേപോലെ തന്നെ പണ്ട് കാലത്ത് ചരിത്രത്തിലൊക്കെ നദികളുമായി മനുഷ്യർക്ക് വലിയ ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നദിയെക്കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ഇനി നമുക്ക് കായലുകളെ പറ്റി നോക്കാം. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് പ്രധാനമായി മലബാർ മേഖലയ്ക്ക് ചുറ്റുമായി വ്യാപിച്ചു കിടക്കുന്ന ലഗൂണുകൾ, തടാകങ്ങൾ, കനാലുകൾ എന്നിവയുടെ ഒരു ശൃംഖലയാണ് അപ്പോൾ കായൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പോൾ ഈ ശാന്തമായ പ്രകൃതി ദൃശ്യങ്ങൾ, സമൃദ്ധമായ സസ്യങ്ങൾ, പിന്നെ വൈവിധ്യമാർന്ന വന്യജീവികൾ എന്നിവയാണ് അവിടുത്തെ സവിശേഷത എന്ന് പറയുന്നത് കായലുകളുടെ. ഇനി നമുക്ക് കായലുകളുടെ പ്രധാന സവിശേഷത എന്താണെന്ന് നോക്കാം. അപ്പോൾ ജോഗ്രഫിക്കലായിക്കാണ് സവിശേഷത എന്ന് പറഞ്ഞാൽ കായലുകളിൽ വേമ്പനാട് കായലും പരസ്പര ബന്ധിതമായ വിവിധ കനാലുകളും പോലെയുള്ള പ്രധാന ജലാശയങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്നതാണ് അപ്പോൾ കായൽ എന്ന് പറയുന്നത്. അവ നദികളും അറബിക്കടലും വഴിയാണ് അപ്പം ചേർന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇനി ടൂറിസം എന്ന് പറയുന്നത് അപ്പം കേരള ബാക്ക് വാട്ടേഴ്സ് ആർ എ മേജർ ടൂറിസ്റ്റ് അട്രാക്ഷൻ particularly in area like ആലപ്പുഴ ആൻഡ് കുമരകോളം. അതായത് കേരളത്തിലെ കായലുകൾ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. പ്രത്യേകിച്ച് ആലപ്പുഴ, പിന്നെ കുമരകം തുടങ്ങിയ പ്രദേശങ്ങളിൽ ഹൗസ് ബോട്ടുകൾ, അതേപോലെ തന്നെ വെള്ളവും മനോഹരമായ ചുറ്റുപാടുകളും അപ്പോൾ കാണാനുള്ള അവസരമൊക്കെ കായലുകളിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൂറിസം ഉള്ള ആൾക്കാർക്ക് എപ്പോഴും ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ കായലുകളുള്ള സ്ഥലമൊക്കെ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ പോയിന്റ് നോക്കാം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്
അപ്പോൾ മൂന്നാമത്തെ കൾച്ചറൽ സിഗ്നിഫിക്കൻ്റ് അല്ല സാംസ്കാരിക പ്രാധാന്യം. കായലുകൾ പ്രകൃതിയിലെ അത്ഭുതങ്ങൾ മാത്രമല്ല, അവർ പ്രാദേശിക സംസ്കാരവുമായി ആഴത്തിൽ ഇടപഴകുന്ന ഒന്നാണ്. പിന്നെ പരമ്പരാഗത മത്സ്യബന്ധനം, അതേപോലെ കൃഷി, നാടൻ കലകൾ എന്നിവ ഈ പ്രദേശങ്ങളിൽ അപ്പോൾ അപ്പോൾ ഈ ഒരു കായലിലെ സ്ഥലത്തൊക്കെ അപ്പോൾ കണ്ടുവരുന്ന പണ്ട് കാലം കണ്ടുവരുന്ന ഒന്നായിരുന്നു. അതേപോലെ ഉത്സവങ്ങൾ പലപ്പോഴും വെള്ളത്തിനൊപ്പം അപ്പോൾ നടക്കുമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ കായൽ പണ്ട് മുതൽ ഓരോ റീജിയനുക്കും ഭയങ്കര ഒരു ബന്ധമുണ്ട് ഈ കായലുമായി കണ്ടെന്നാണ് പറയുന്നത്. ഇനി നാലാമത്തെ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം. തന്നേതായ അപ്പം ജലസസ്യങ്ങൾ, പിന്നെ അതേപോലെ മത്സ്യങ്ങൾ, ദേശാടന പക്ഷികൾ എന്നിവ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളെ കായൽ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പം പിന്നെ അതേപോലെ തന്നെ അഞ്ചാമത്തത് എന്ന് പറയുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ. അപ്പോൾ സന്ദർശക ഹൗസ് ബോട്ടിൽ സഞ്ചാരം ചെയ്യാനും പിന്നെ അതേപോലെ മീൻ പിടിക്കാനും പ്രാദേശികമായ അവിടെ റിസോർട്ടുകളും ഒക്കെ നിൽക്കാനും ഒക്കെ പറ്റും. അതേപോലെ തന്നെ ആയുർവേദിക ചികിത്സകളും ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ കായലിൻ്റെ അടുത്തുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് ദർ ആർ 7 ഫ്രഷ് വാട്ടർ ലാക്സ്. അപ്പോൾ 7 ഫ്രഷ് വാട്ടർ ആയിക്കാണ്ടുള്ള തടാകങ്ങളാണ് നമുക്കുള്ളത്. പൂക്കോട് വയനാട്, മുറിയാട് കാട്ടാക്കമ്പൽ, ഇനാമക്കൽ തൃശ്ശൂർ, മന്നാക്കോടി ഇടുക്കി, പിന്നെ ശാസ്താംകോട്ട കൊല്ലം, വെള്ളായണി തിരുവനന്തപുരമാണ്. അപ്പോൾ ഈ 7 അപ്പം ലാക്സ് ആണ് ഇല്ലത്. പിന്നെ വേമ്പനാട് ലാക്സ് ഈസ് ദ ലാർജസ്റ്റ് ബ്ലാക്ക് വാട്ടർ ഇൻ കേരളം. അപ്പം കേരളത്തിൽ വലിയ കായൽ എന്ന് പറഞ്ഞ് വേമ്പനാടാണ്. പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായൽ എന്ന് പറഞ്ഞ് അഷ്ടമുടിയാണ്. ഇനി നമുക്ക് ബീച്ചസിനെ പറ്റി നോക്കാം. ഇനി പറയാൻ പോകുന്നത് ബീച്ചുകളെ പറ്റിയാണ്. അപ്പോൾ കേരളത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്ത് അറബിക്കടലിനോട് ചേർന്നാണ് അധിക ബീച്ചുകളും സ്ഥിതി ചെയ്യുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ഒരു പ്രധാന ഭൂപ്രകൃതിയാണ് ഈ ബീച്ചുകൾ എന്ന് പറയുന്നത്. കേരളത്തിലെ ഒരു അന്താരാഷ്ട്ര പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് കോവളം ബീച്ച് എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാല്ലേ. പിന്നെ അതുകൂടാതെ മറ്റ് ബീച്ചുകൾ ഏതൊക്കെ നോക്കാം. ശംഖുമുഖം, വർക്കല, ആലപ്പുഴ, ചാവക്കാട്, പൊന്നാനി, ബേപ്പൂര്, കോഴിക്കോട്, തലശ്ശേരി, കണ്ണൂർ, മുഴപ്പിലങ്ങാട്, പയ്യാമ്പലം, ബേക്കൽ തുടങ്ങിയവയാണ് മറ്റ് ബീച്ചുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇപ്പം ഇന്ത്യൻ്റെ ബീച്ചും അതേപോലെ കടലിനും സമുദ്രത്തിനൊക്കെ പറ്റി എല്ലാം നമ്മൾ നോക്കിയല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യമോ എന്തെങ്കിലും നോട്ട്സോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ചോദിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഫസ്റ്റത്തെ മോഡ്യൂളിൻ്റെ ബാക്കി ക്ലാസ്സിന് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ.